അമൃതവർഷിണി ഫോർ ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ് എന്ന സംഘടനയിലെ അംഗമായ അഞ്ജലി എഴുതിയ കഥ ഇവിടെ AI-യുടെ സഹായത്തോടെ അവതരിപ്പിക്കുന്നു. തേങ്ങുന്ന മാതൃത്വം. ചുള്ളിക്കമ്പ് ഒടിച്ച് വായുവൽ ചുഴറ്റി കുസൃതി കാട്ടി തുള്ളിച്ചാടി നടക്കുകയാണ് ആ കുട്ടിക്കുറുമ്പൻ. അമ്മയുടെ ശാസനം ഒന്നും അവനിൽ ഏൽക്കുന്നില്ല. അവന്റെ കുസൃതികൾ ആ അമ്മയുടെ ചങ്കിടിപ്പ് ഇടയ്ക്കിടെ വർദ്ധിപ്പിക്കാറുണ്ട്. എങ്കിലും ആ കുസൃതികൾ ആ അമ്മ ആസ്വദിച്ചു. അമ്മയ്ക്ക് മാത്രമല്ല, ആ ആനക്കൂട്ടത്തിലെ എല്ലാവർക്കും അവൻ പൊന്നോമനയാണ്. ആ ആനക്കൂട്ടത്തിലെ ഏറ്റവും ചെറിയവനാണ് അവൻ. ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒപ്പം കളിച്ച് രസിച്ച് നടക്കുന്നവന് ഈ ലോകത്തിലെ ചതിക്കുഴികളെ കുറിച്ച് ഒന്നും അറിവില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ അമ്മമാരുടെയും കണ്ണുകൾ ആ മക്കൾക്ക് ചുറ്റും ഉണ്ടായിരുന്നു അന്നും. പക്ഷേ അന്നും പതിവ് പോലെ തങ്ങളുടെ മക്കളെയും കൂട്ടി ജലവും ഭക്ഷണവും തേടിയിറങ്ങിയവരാണ് ആ ആനക്കൂട്ടം. കാടിറങ്ങി മനുഷ്യവാസ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവർ തങ്ങളെ ഭയക്കുന്നതിനേക്കാൾ തങ്ങൾ അവരെ ഭയക്കുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല. അനുസരണയില്ലാത്ത കുട്ടിക്കുറുമ്പന്മാർക്ക് അപകടം പറ്റുമോ എന്നതാണ് ഏറ്റവും ഭയം. എസ്റ്റേറ്റിലെ ചെറിയ കുളത്തിൽ നിന്നും ജലം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അമ്മ. ഒരു നിമിഷം തൻ്റെ കൺമുന്നിൽ നിന്ന് അവനെ കാണാതെയായി. പിന്നെ കേൾക്കുന്നത് ഒരു നിലവിളിയാണ്. ശബ്ദം കേട്ടിടത്തേക്ക് ഓടിയെത്തുമ്പോൾ തൻ്റെ മകൻ നിശ്ചലനായി കിടക്കുന്നതാണ് അവൾ കണ്ടത്. അവൾ അവനെ തട്ടി വിളിച്ചു. തുമ്പിക്കൈ കൊണ്ട് പലവട്ടം തലോടി. തോട്ടിൽ നിന്ന് തുമ്പിക്കൈയിൽ ജലമെടുത്തു കൊണ്ടുവന്ന് അവൻ്റെ വായിലും ദേഹത്തും ഒഴിച്ചു. ഒന്നല്ല, പലവട്ടം. പക്ഷേ അപ്പോഴേക്കും ആളുകൾ കൂടാൻ തുടങ്ങി. തങ്ങളുടെ കുട്ടിക്കുറുമ്പൻ ഇനി മടങ്ങി വരില്ല എന്ന സത്യം മനസ്സിലാക്കി കൂടെ ഉണ്ടായിരുന്ന ആനക്കൂട്ടം തിരികെ കാട് കയറി. എന്നാൽ ആ അമ്മയ്ക്ക് അത് അംഗീകരിക്കാനായില്ല. അവൾ വീണ്ടും തന്നെ കൊണ്ടാകുന്ന പോലെ പലതും ചെയ്തു നോക്കി അവനെ ഉണർത്താൻ. പക്ഷേ അവസാനം ആ അമ്മയ്ക്ക് തോറ്റു പിന്മാറേണ്ടി വന്നു. മനസ്സില്ലാ മനസ്സോടെ തൻ്റെ മകനെ അവിടെ ഉപേക്ഷിച്ച് കാട് കയറേണ്ടി വന്നു. അല്പദൂരം നടന്നതിന് ശേഷം അവൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ തൻ്റെ മകൻ്റെ ജഡത്തിന് ചുറ്റും അവർ ഉണ്ടായിരുന്നു. തൻ്റെ മകൻ്റെ കൊലയാളികൾ. അവരിൽ ചിലർ കണ്ണു തുടയ്ക്കുന്നു. രചന അഞ്ജലി സദാശിവൻ.